അമേരിക്കൻ ചാറ്റ്ബോട്ടിനെ തകർത്തുകൊണ്ട് വൻ മുന്നേറ്റം നടത്തുന്ന ചൈനയുടെ ഡീപ് സീക്കിന് ചൈനയിൽ നിന്ന് തന്നെ എതിരാളി. അതെ, ചൈനീസ് ടെക് ഭീമന്മാരായ അലിബാബയുടെ ക്വൻ 2.5 മാക്സ്. അലിബാബയുടെ പുതിയ AI ചാറ്റ്ബോട്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ക്വൻ 2.5 മാക്സ് എന്നു പേരുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് അലിബാബ പുറത്തിറക്കിയത്. പ്രകടന മികവിൽ ഡീപ് സീക്കിന്റെയും ചാറ്റ് GPTയുടെയും ലാർജ് ലാംഗ്വേജ് മോഡലുകളെ മറികടക്കുമെന്ന് അലിബാബ അവകാശപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ് സീക്ക് വലിയ തരംഗമായിരിക്കുന്നതിനിടെയാണ് ചൈനയിൽ നിന്ന് അടുത്ത AI മോഡലിന്റെ വരവ്. അലിബാബ അവതരിപ്പിച്ച ക്വൻ 2.5 മാക്സ് എന്ന ചാറ്റ്ബോട്ടിന് ഓപ്പൺ AIയുടെ ചാറ്റ് GPT-4നെയും ഡീപ് സീക്ക് V3യെയും മറികടക്കാനാകുമെന്ന് അലിബാബയുടെ ക്ലൗഡ് ഡിവിഷൻ ഔദ്യോഗിക WeChat അക്കൗണ്ടിൽ അവകാശപ്പെട്ടു. ഡീപ് സീക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഡീപ് സീക്ക് R1 എന്ന AI മോഡൽ വലിയ തരംഗമാണ്. ഓപ്പൺ AIയുടെ ചാറ്റ് GPT-1നോട് കിടപിടിക്കുന്ന ചാറ്റ്ബോട്ടാണ് കുറഞ്ഞ മുതൽമുടക്കിൽ വികസിപ്പിച്ചതെന്ന് ഡീപ് സീക്ക് അവകാശപ്പെടുന്ന ഡീപ് സീക്ക് R1. ഓപ്പൺ AI അടക്കമുള്ള US ടെക് ഭീമന്മാരെ ഡീപ് സീക്ക് R1ന്റെ വരവ് വിറപ്പിച്ചിരുന്നു. ആപ്പ് സ്റ്റോറിലെ ഡൗൺലോഡുകളുടെ എണ്ണത്തിൽ ചാറ്റ് GPTയെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഡീപ് സീക്ക് മറികടന്നിരുന്നു. US ചിപ്പ്, ഗ്രാഫിക്സ് പ്രോസസർ നിർമ്മാണ ഭീമനായ NVIDIAയുടെ ഓഹരി മൂല്യം പോലും ഇടിച്ചു താഴ്ത്താനും ഡീപ് സീക്കിന്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലിനായി. AI രംഗത്ത് ചൈനീസ് എതിരാളിയായ ഡീപ് സീക്കിനെയും ആഗോള കൊലകൊമ്പന്മാരായ ഓപ്പൺ AIയെയും ഗൂഗിളിനെയും മെറ്റയെയും വിറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് അലിബാബയുടെ നീക്കം. അലിബാബയും രംഗത്തിറങ്ങിയതോടെ AI രംഗത്തെ മത്സരം മുറുകുകയാണ്. അതേസമയം ഡീപ് സീക്കിന്റെ പ്രവർത്തനത്തിൽ സംശയം പ്രകടിപ്പിച്ച ടെസ്ല മോട്ടോഴ്സ് CEO ഇലോൺ മസ്ക് അടക്കമുള്ള പ്രമുഖർ രംഗത്തെത്തി. AI മോഡൽ വികസിപ്പിക്കാൻ കുറഞ്ഞ ചെലവിലുള്ള NVIDIA A100 GPU ചിപ്പുകൾ ഉപയോഗിച്ചെന്ന വാദമാണ് മസ്കിനെ കുഴപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ഡീപ് സീക്കിന്റെ വാദം തെറ്റാണെന്ന് മസ്കും സ്കെയിൽ AI CEO അലക്സാണ്ടർ വാങ്ങും ആരോപിക്കുന്നു. NVIDIAയുടെ ശേഷി കൂടിയ 50,000 H100 GPU ചിപ്പുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വാങ് അന്താരാഷ്ട്ര മാധ്യമമായ CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ ആരോപിക്കുന്നത്. എന്നാൽ അഡ്വാൻസ് ചിപ്പുകൾക്കുള്ള US ഇറക്കുമതി നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഇക്കാര്യം ഡീപ് സീക്ക് അംഗീകരിക്കാത്തതെന്നും അദ്ദേഹം പറയുന്നു. ഇതേ അഭിപ്രായം തന്നെയാണ് മസ്കിനുമുള്ളത്. എന്നാൽ ചൈനീസ് സർക്കാരിന്റെ കടുത്ത സെൻസർഷിപ്പ് നിയന്ത്രണത്തിലാണ് ഡീപ് സീക്ക് പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും ടെക് ലോകത്ത് ശക്തമാണ്. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം, ചൈന തായ്വാൻ ബന്ധം, ടിയാനൽമെൻ സ്ക്വയർ കൂട്ടക്കൊല തുടങ്ങിയ നിർണായക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഡീപ് സീക്കിന് ഉത്തരമില്ല. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന ചോദ്യത്തിനും ഡീപ് സീക്ക് മോഡലുകൾക്ക് മൗനമാണ്. ക്ഷമിക്കണം, എന്റെ ശേഷിക്കപ്പുറമുള്ള ചോദ്യമാണിത്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. നിർണായകമായ പല വിഷയങ്ങളിലും ഡീപ് സീക്കിന്റെ മറുപടി ഇങ്ങനെയാണ്. ഇന്ത്യയിലെ അരുണാചൽ പ്രദേശും ലഡാക്കിന്റെ ചില പ്രദേശങ്ങളും തങ്ങളുടേതാണെന്നാണ് ചൈനയുടെ അവകാശവാദം. എന്നാൽ ഡീപ് സീക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിൽ സുരക്ഷാ ഭീഷണിയൊന്നും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചൈനയിലേക്ക് ചോർത്താൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.